തീർച്ചയായിട്ടും അങ്ങനെ കാണാൻ. കാരണം ഞാൻ എല്ലാ വർഷവും 2-3 തവണ ഞങ്ങളുടെ ക്യാൻസർ സൊസൈറ്റിയുടെ പ്രോഗ്രാമുണ്ട്, കമ്മ്യൂണിയൻ. അത് ക്യാൻസർ വിന്നേഴ്സിന്റെ അതെ സർവൈവർ എന്നല്ല പറയാ, വിന്നർ എന്നാണ് പറയാ. ക്യാൻസർ വിന്നേഴ്സിന്റെ ഒരു ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ ഒരു ക്യാൻസർ വന്ന ആൾക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താ പറയാ, അപ്പോൾ ഒരു ക്യാൻസർ വന്ന ആൾക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താ പറയാ, ക്യാൻസർ ട്രീറ്റ്മെന്റിലൂടെ പോകുന്ന ആൾക്ക് ഒരു ക്യാൻസർ പേഷ്യന്റ് ഇത് മാറുമെന്ന് പറയുന്നതാണ്. അതെ, ഒരു വിന്നർ വന്ന് ക്യാൻസർ വന്ന് മാറിയ ഒരാൾ വന്ന് അവരോട് സംസാരിക്കുന്നതാണ് അവർക്കുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ. എന്തായാലും മാറുന്ന ഒരു ഉറപ്പ് അവർക്ക്, ഡോക്ടർ പറയുന്നതിനേക്കാളും. അതെ, ഡോക്ടർ പറയുന്നതിനേക്കാൾ ഇമ്പാക്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാ വർഷവും അവിടെ ഈ ക്യാൻസർ വന്ന് മാറിയ വിന്നേഴ്സ് വന്ന് പെർഫോം ചെയ്യുകയും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ വരുന്ന ആയിരക്കണക്കിന് ട്രീറ്റ്മെന്റിലൂടെ പോകുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജാണ് യെസ്, ലൈഫ് ഈസ് നോട്ട് ഓവർ, വി ക്യാൻ എന്നുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ഗംഗാര സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് തോന്നുന്നത്, അദ്ദേഹം ഇതുപോലെ വളരെ ലൈറ്റായിട്ടുള്ളൊരു മനുഷ്യനാണ്. കാരണം ഒരിക്കലും അദ്ദേഹം ഒരു ധൃതി വെക്കുകയോ അല്ലെങ്കിൽ ഒരു തിരക്ക് പിടിക്കുകയോ ചെയ്യുന്നില്ല. അതെ അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങള് പലപ്പോഴും ഈ OP അദ്ദേഹത്തെ കാണാൻ വെയിറ്റ് ചെയ്യുമ്പോൾ രാത്രി 12 മണിക്ക് വരെ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ നിൽക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്, അയ്യോ കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്, രാത്രി 12 മണിയായി, പെട്ടെന്ന് പോകണമല്ലോ എന്ന്. പക്ഷെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്, മനു എന്തൊക്കെയുണ്ട് വിശേഷം, ഇന്നെന്താ കഴിച്ചത്, പിന്നെ ഞങ്ങൾ അന്താരാഷ്ട്ര കാര്യങ്ങളും സ്പോർട്സും സിനിമയും എല്ലാം ചർച്ച ചെയ്യും. പക്ഷേ അടുത്തിരിക്കുന്ന ഇച്ഛ എന്നെ തോണ്ടും നിർത്താൻ പറഞ്ഞിട്ട്. അപ്പോൾ അത്രത്തോളം അതേഴ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും അദ്ദേഹം 6 മണിക്ക് അദ്ദേഹത്തിൻ്റെ ലഞ്ച് കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വൈകുന്നേരം 6 മണിക്ക്. അതുപോലെ എനിക്ക് വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് തോന്നിയിട്ടുള്ളത്, ഇതുപോലെ എനിക്ക് കീമോയുടെ ഭാഗമായിട്ട് സ്പൈനൽ ഇഞ്ചക്ഷൻ തരണം. അപ്പോൾ പുതിയൊരു ഡോക്ടർ വന്ന് ചെയ്തപ്പം എനിക്ക് അത് ശരിയായില്ല. അപ്പോൾ എനിക്ക് കുറേ നാളത്തേക്ക് നടുവേദന. അപ്പോൾ ആ ഇഞ്ചക്ഷൻ ഡോക്ടർ തന്നെ എടുത്താൽ മതിയെന്ന് ഞാൻ ഡോക്ടറോട് നിർബന്ധം പറഞ്ഞു. അപ്പോൾ നമ്മളൊരു നിർബന്ധം പറഞ്ഞുകൊണ്ട് അങ്ങനെ വരണമെന്നില്ല, പക്ഷേ ഡോക്ടർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഒരു ദിവസം ഇതുപോലെ രാത്രി 12 മണിക്ക് OP കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ വന്നപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയിരുന്നു. ഡോക്ടർ തിരിച്ചു പോയി, പിറ്റേ ദിവസം വന്നിട്ട് ആണ് ഡോക്ടർ സ്പൈനൽ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയത്. അപ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്ന ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ സമയവും അറ്റൻഷനും എല്ലാം ആ ആൾക്ക് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. വായിക്കുന്ന ആളല്ലേ? എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ബുക്കാണ് മാർക്ക് ഗഫ്നിയുടെ സോൾ പ്രിൻസ് എന്ന ബുക്ക്. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു മാസ്റ്ററിൻ്റെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഓം ഷിനോ എന്നാണ്. അപ്പോൾ ഈ മാസ്റ്ററിനെ കാണാനായിട്ട് ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടും. അപ്പോൾ അദ്ദേഹം ഓരോ ആൾക്കും ഇന്ന സമയത്ത് വരാനായിട്ടുള്ള അപ്പോയിൻമെന്റ് കൊടുക്കും. ചില ആളുകൾക്ക് രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും അപ്പോയിൻമെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും അധികം ആൾക്കാർ എന്തിന് അദ്ദേഹത്തെ കാണണം എന്ന് ക്യൂരിയോസിറ്റി തോന്നിയ ഒരു വ്യക്തി ഇദ്ദേഹത്തെ കാണാൻ പോവുകയും ഇദ്ദേഹത്തിന്റെ അപ്പോയിൻമെന്റ് കിട്ടുകയും അങ്ങനെ അവിടെ വന്നിരുന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായൊരു കാര്യം, ഈ ആള് ആരാണെങ്കിലും ആ വ്യക്തിക്ക് ആ മാസ്റ്ററിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഓം ഷിനോ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കും. ലോകത്തിൽ
ഈ മുന്നിലിരിക്കുന്ന വ്യക്തി മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പിന്നെ എനിക്കാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഫിലോസഫി അതിന് പിന്നിലുള്ളതെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. കാരണം ഈ ലിയോ ടോൾസ്റ്റോയുടെ 3 questions വായിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താ 3 questions? ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്. എക്സാക്ട്ലി. അപ്പൊ തള്ളിയതല്ല. ഓക്കെ. അപ്പോൾ അതിനകത്ത് 3 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഈ നിമിഷം, ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി. അപ്പോൾ ദിസ് മൊമെന്റ് ഞാൻ ആരുടെ കൂടെ ആയിരിക്കുന്നു അയാൾക്ക് എൻ്റെ മുഴുവൻ സമയവും അറ്റൻഷനും കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. മനോരമയുടെ ഒരു ഹെൽത്ത് എക്സ്പോയില് എനിക്ക് അവിടെ ഒരു പാനൽ ഡിസ്കഷന് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വിളിക്കുമ്പോഴത്തേക്കും അവിടെ RCCയുടെ റീജിയണൽ ഹെഡ്, അങ്ങനെ ക്യാൻസർ എക്സ്പേർട്സ് ആയിരിക്കുന്നത്, പിന്നെ ഞാനും. അപ്പോൾ എനിക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഞങ്ങളെല്ലാവരും പ്രാക്ടീഷണേഴ്സ് ആണ്, ബട്ട് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ പറയുമ്പോൾ ഇറ്റ്സ് എൻ്റയർലി ഡിഫറെൻറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു പിന്നെ ഈ എന്താണ് ക്യാൻസർ വിന്നേഴ്സ് അതിൻ്റെ കമ്മ്യൂണിയൻ, അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഞാനാണ് ആ 1 day പ്രോഗ്രാം മൊത്തം MC ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഇന്നസെന്റ് സാറ് സ്ഥിരമായിട്ട് വരാറുണ്ട്. അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ സ്റ്റേജ് ഒക്കെ. ക്യാൻസർ സർവൈവർ ആയിരുന്നല്ലോ. പിന്നെ അല്ല, ഇന്നസെന്റ് സാറൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അറ്റ്ലീസ്റ്റ് എന്നെ കണ്ടാൽ ഒരു മുഖപരിചയം തോന്നുന്ന ഒരാളാണ്. അതെ. അപ്പൊ അങ്ങനെയുള്ള വലിയ അവസരങ്ങൾ എനിക്ക് തരുന്നിട്ടുള്ള, അപ്പൊ എൻ്റെ ജീവിതത്തിലെ ഒരു വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്വാധീനമാണ് ഡോക്ടർ VP. ഇനി എനിക്ക് അറിയേണ്ടത്, ഇത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് VP ഗംഗാധരൻ. പക്ഷെ VP ഗംഗാധരനിലേക്ക് എത്തിച്ചത് സാറിന്റെ അങ്കിളാണ്. അങ്കിളിനെ കുറിച്ച് അങ്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങള് എല്ലാരും അത്ഭുതപ്പെടും. ഞാൻ അങ്കിളിനെ വിളിക്കുന്നത് അപ്പച്ച എന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ്? അതെ, എന്റെ ഗ്രാൻഡ് ഫാദറിനെ എല്ലാവരും ഇച്ഛ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാനും എന്റെ ഫാദറിനെ ഇച്ഛ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഗ്രാൻഡ് ഫാദറിനെ ഞാൻ വെല്ലിച്ച എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്റെ അങ്കിളിനെ ഞാൻ അപ്പച്ച എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അപ്പച്ച ഞങ്ങൾക്ക് ചെറുപ്പകാലം മുതലേ തന്നെ ഒരു ഹീറോ ആണ്. കാരണം അപ്പച്ച ഇവിടുന്ന് എന്താണ് കുറേ നാൾ എബ്രോഡായിരുന്നു. അപ്പോൾ ആള് കുറേ നാൾ എത്യോപ്യയിലുണ്ടായിരുന്നു. എത്യോപ്യയിൽ യുദ്ധം നടന്ന സമയത്തൊക്കെ അവിടുന്ന് വളരെ സാഹസികമായിട്ട് നല്ല ധൈര്യമുള്ള ആളാണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ യുദ്ധത്തിലൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ശരിക്കും എൻ്റെ കൂടെ ഒരു ഈ ട്രീറ്റ്മെന്റ് സമയത്ത് അപ്പച്ച ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ട് ഇച്ചയുടെ മമ്മിയോടും പറഞ്ഞു, ഒരു 2 ആഴ്ചത്തെ ധ്യാനം അവരെ അറ്റൻഡ് ചെയ്യാനായിട്ട് അപ്പച്ച വിട്ടു. എന്നിട്ട് 2 ആഴ്ച എൻ്റെ കൂടെ നിന്നത് അപ്പച്ചയാണ്. കാരണം അവർക്ക് അതിനുള്ള ധൈര്യം ഇല്ല എന്നുള്ളത് അറിയാം. അപ്പോൾ ആ 2 ആഴ്ചത്തെ ധ്യാനം അറ്റൻഡ് ചെയ്ത് വന്നതിന് ശേഷമാണ് ഇച്ചയ്ക്കും മമ്മിക്കും കുറച്ചെങ്കിലും ഒരു ധൈര്യം വന്നത്. അപ്പോൾ ആ 2 ആഴ്ച ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ ദുബായിലുണ്ടായിരുന്നു. ടീച്ചറാണ്, മാത്സ് ടീച്ചറാണ്. അപ്പോൾ ഭയങ്കര ധൈര്യമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ജീവിതത്തിൽ ഇച്ഛയും അമ്മയൊക്കെ തളർന്നു പോയ സമയത്ത് ഞങ്ങൾക്ക് മുന്നിൽ നിന്ന് ഞങ്ങളെ നയിച്ച ആള് അപ്പച്ചയാണ്. തീർച്ചയായിട്ടും. ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ മക്കൾക്കുണ്ടാവുന്ന വിഷമമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം. അതിന്റെ ഒരു നേർചിത്രമാണ് എൻ്റെ ഇച്ഛ. കാരണം എൻ്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വന്നു. അപ്പൊ അത്രത്തോളം മാനസിക വിഷമത്തിലൂടെ കടന്നുപോയി. ആ ബൈപ്പാസ് സർജറി ചെയ്യുന്ന സമയത്തും ഞാൻ റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ബൈപ്പാസ് സർജറി ചെയ്ത് ഇത് അറിയുന്ന നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഇത് അറിയുന്നത്. അപ്പൊ അവരത് ചെയ്യാനായിട്ട് അപ്പൊ തന്നെ അവിടെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയായിരുന്നു. അവര് ഡിസ്ചാർജ് പോയി ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോഴാണ് അപ്പച്ച അവിടെ വരികയും അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് വന്ന അതേ ഡ്രസ്സ് ഇട്ട് തന്നെ അദ്ദേഹം മദ്രാസിന് പോയി. അവിടെ 4-5 ഹോസ്പിറ്റലുകളിൽ പോയി അവിടുത്തെ ന്യൂറോ സർജൻസിനെ ഹാർട്ട് സർജൻസിനെ
നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടാണ് അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗിരിധറിനെ നേരിട്ട് കണ്ട് സംസാരിച്ച് റിപ്പോർട്ടെല്ലാം കാണിച്ച് കൺഫേം ചെയ്ത് അതേപോലെ തന്നെ തിരിച്ചു വന്ന് ആ ദിവസം തന്നെ തിരിച്ച് ഇച്ചാരെയും മമ്മീനെയും കൊണ്ടുപോയി. അപ്പോൾ എന്നിട്ടൊരു 1 മാസത്തോളം അവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോൾ ഞാനും സിസ്റ്ററും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എൻ്റെ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം എന്താ പറഞ്ഞാൽ ഫാദറിനൊരു ഹാർട്ട് സർജറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു രക്ഷാ കവചമാണ്, ഒരു വലിയ ഷീൽഡാണ്. ആവശ്യമുള്ള സമയത്തും അതെ 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 അതെ. അപ്പോ അത് അപ്പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ അർത്ഥം നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത് പറയാം. അപ്പൊ ചെറുപ്പത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ അപ്പച്ച എന്ന് വിളിച്ചതിന്റെ അർത്ഥം ഇപ്പോഴാണ് പൂർണ്ണതയിലേക്ക് വന്നതെന്ന് ഞാൻ പറയും. അത് സ്റ്റീവ് ജോബ്സിന്റെ ഒരു സ്റ്റോറി ഉണ്ടല്ലോ. അദ്ദേഹം എന്താണ് റീഡ്സ് കോളേജില് ഡ്രോപ്പ് ഔട്ടായി. അപ്പൊ അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അദ്ദേഹം വെറുതെ അവിടുത്തെ കാലിഗ്രഫി കോഴ്സസ് അറ്റൻഡ് ചെയ്തു. ഈ അപ്പോൾ അദ്ദേഹം വെറുതെ അറ്റൻഡ് ചെയ്തു. പക്ഷേ 10 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആദ്യത്തെ മക്കിൻടോഷ് കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തപ്പോൾ അതിലെ ടൈപ്പോളജി ആയിരുന്നു ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. അത് ക്രിയേറ്റ് ചെയ്യാനാണ് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തതും ആ കാലിഗ്രഫി കോഴ്സസ് ആണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ പറഞ്ഞത് യു ക്യാൻ ഓൺലി കണക്ട് ദ ഡോട്ട് ബാക്ക്വേർഡ്സ്. കാരണം നമുക്കിപ്പോൾ ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് ഭാവിയിൽ പോയി തിരിഞ്ഞു നോക്കുമ്പോഴാണ് വി ആർ ഏബിൾ ടു കണക്ട് ദ ഡോട്ട്സ്. കുറെ PG ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാവിയിലേക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും അല്ലെ, ഞാൻ എപ്പോഴും ചെയ്തതിന്റെ എല്ലാം എപ്പോഴെങ്കിലും ബെനിഫിറ്റ് എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നതൊക്കെ എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. തീർച്ചയായും. അതിനുശേഷം എങ്ങനെയായിരുന്നു ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ്സ് തുടങ്ങി, ഇന്റൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് കഴിഞ്ഞു. ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര ഡ്രെയിൻഡ് ഔട്ട് ആവും, നമുക്ക് മുടി പോവും, വോമിറ്റിംഗ് ടെൻഡൻസി ഭയങ്കരമാണ്, നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഒരാൾ ഫിസിക്കലി ഡ്രെയിൻഡ് ഔട്ട് ആവുമ്പോൾ യൂഷ്വലി നമ്മൾ മെന്റലിയും കൂടെ ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ്. പക്ഷെ സാറിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല അത്രയും മെന്റലി ഡ്രെയിൻഡ് ഔട്ട് ആയിട്ടുണ്ടെന്ന്. ആ ഒരു ബാലൻസ് എങ്ങനെയായിരുന്നു? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് എൻ്റെ ആ ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു ഏറ്റവും വലിയ എൻ്റെ ഒരു സ്ട്രെങ്ത്. കാരണം ഒരു കപ്പൽ, ആ കപ്പൽ കടലിലാണ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ നടുക്കാണ്, ബില്യൺസ് ഓഫ് ഗാലൻസ് വെള്ളത്തിൻ്റെ നടുക്കാണ്. പക്ഷേ അത്രയും വെള്ളത്തിൻ്റെ നടുക്ക് നിന്നാലും കപ്പൽ മുങ്ങില്ല, പ്രൊവൈഡഡ് ആ വെള്ളം അതിനകത്ത് കിടക്കാൻ കപ്പൽ അനുവദിച്ചാൽ. അപ്പോൾ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു നെഗറ്റിവിറ്റിയുടെ ലോകത്താണ്. അത് നമ്മുടെ ഇന്നസെന്റ് സാറിന്റെ എല്ലാ പ്രസംഗങ്ങളിലും വരും. ആരെങ്കിലും ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ നിൽക്കും. ആ നിപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ ആകാശത്തോട്ട് പോകും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റിവിറ്റിയുടെ ഇതിലാണ് ഇപ്പോഴും എന്നെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും. അത് ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ ആയിരിക്കാം. ഇപ്പോഴും ട്രീറ്റ്മെന്റ് ഉണ്ടോ, ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു നെഗറ്റിവിറ്റിയുടെ കടലിന്റെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് നമ്മൾ ഉള്ളിലേക്ക് എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. നമ്മൾ എപ്പോഴും, ഞാൻ പറഞ്ഞതുപോലെ ഞാനും ഡോക്ടറും തമ്മിൽ ഇപ്പോഴാണ് ഈ കൗണ്ടർ അടിക്കുക എന്നുള്ള ടെർമിനോളജി ഒക്കെ വന്നത്. നേരത്തെ മുതലേ തന്നെ ഞങ്ങൾ കാണുമ്പോഴേ തന്നെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ഡോക്ടറിന്റെ ക്രൂവും അതേപോലത്തെ ഒരു ഗ്രൂപ്പാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലുള്ള ചൈതന്യം കവിഞ്ഞൊഴുകി തൊട്ടടുത്ത ആളുകളിലേക്കും എത്തും. അതെ അതെ, മുല്ലപ്പൂ പൊടി ഏറ്റ് കിടക്കും എന്ന് പറഞ്ഞതുപോലെ ഡോക്ടറിന്റെ ക്രൂവും അതേപോലൊരു ക്രൂവാണ്. അനുപമ ഡോക്ടർ ഉണ്ടായിരുന്നു, ഇപ്പോഴും അനുപമ ഡോക്ടറും ഹരി ഡോക്ടറും ഒക്കെ ഉണ്ട്, ലേക്ക് ഷോറിലുണ്ട്. അപ്പൊ ഇപ്പോഴും കാണുമ്പോഴും വളരെ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും ഉണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ എപ്പോഴും ഡോക്ടർമാരെ കുറിച്ച് മാത്രമേ പറയുള്ളൂ, പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റർമാരാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, നമുക്ക് എൻ്റെ ട്രീറ്റ്മെന്റ് സമയത്ത് ഈ പറഞ്ഞതുപോലെ കീമോ മെഡിസിൻസ് കയറി വെയിനെല്ലാം സ്ട്രിങ്ക് ആയിപ്പോയി. ഒരിടത്തും എനിക്ക് ഇവിടെ കിട്ടി, ഇവിടെയും കുത്തി, ഇവിടെ ചിലപ്പോൾ ഇവിടുന്നൊക്കെ സാധാരണ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ
ഇവിടുന്നൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നമ്മൾ അത്രയും വയ്യാതായിട്ടിരിക്കുമ്പോൾ 8ഉം 10ഉം തവണയൊക്കെ കുത്തിയിട്ട് എടുക്കുന്നവർക്കും സ്ട്രെസ് കൂടും. അതെ അതെ അതെ. അപ്പോൾ ശരിക്കും എനിക്ക് അറിയാം, നമുക്കറിയാവുന്ന നഴ്സുമാരൊക്കെ അവർ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് അവരെത്രയോ ആഗ്രഹിച്ച് നമ്മളെക്കാൾ ആഗ്രഹിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം എനിക്ക് അതിനകത്ത് ഒരുപാട് സിസ്റ്റർമാരുടെ മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ എനിക്ക് ഓർമ്മയുള്ള ഒരു സിസ്റ്ററാണ് ഫിലോമിന സിസ്റ്റർ. അപ്പോൾ ഫിലോമിന സിസ്റ്ററിൻ്റെ എന്താണ് ഞങ്ങൾ അവിടെ എന്താണ് നഴ്സുമാരെല്ലാം വിളിച്ചുകൊണ്ടിരുന്നത് മമ്മി എന്നാണ്. അപ്പോൾ ഫിലോമിന സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മരുന്ന് കഴിക്കുന്നത് നമ്മളെക്കാൾ കൂടുതൽ ഓർത്തിരിക്കുന്നത് ഫിലോമിന സിസ്റ്ററാണ്. പക്ഷേ ഫിലോമിന സിസ്റ്റർ എല്ലാവരുടെയും ആരോഗ്യം നോക്കി ആളുടെ ആരോഗ്യം നോക്കാൻ പറ്റാതെ ആള് ഈ അടുത്ത് മരിച്ചുപോയി. അപ്പൊ പക്ഷേ ഇവരൊക്കെ നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുമെന്നുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണം. എന്നെ എപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആദ്യം നമ്മളെ എമർജൻസി കൊണ്ടുവന്ന് കാഷ്വാലിറ്റി കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിച്ചിട്ടാണ് പോകുന്നത്, അഡ്മിറ്റ് ആവുന്നത്. അപ്പോൾ കാഷ്വാലിറ്റിയിൽ സ്ഥിരം അവിടുത്തെ ഒരു ഹെഡ് നഴ്സ് ഉണ്ടായിരുന്നു. ആ നഴ്സിൻ്റെ പേര് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആ മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അത്രയും പ്ലസന്റ് ആയിട്ട് ഒരു എമർജൻസി കാഷ്വാലിറ്റി നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ എന്താണ് വൈൽഡ് ആയിട്ടുള്ള എക്സ്ട്രീം സിറ്റുവേഷൻ. അതെ, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പേഷ്യൻസ്, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ബൈസ്റ്റാൻഡേഴ്സ്. പക്ഷെ അതിനിടയിലും വളരെ എന്താണ് ഒരു മാലാഖയെ പോലെ നിൽക്കുന്ന ഒരു സിസ്റ്റർ. അപ്പോൾ ആ സിസ്റ്റർ എനിക്ക് നല്ല ഓർമ്മയാണ്. ഈ അടുത്ത് ഒരു 2011 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 16 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സ്റ്റാഫിനെല്ലാം കൂടി പോസിറ്റിവിറ്റിയെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ പോയി. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ 16 വർഷങ്ങൾക്ക് ശേഷം ഈ സിസ്റ്റർ അവിടെ ഇരിക്കുന്നത് കണ്ടു. സിസ്റ്ററിനെ ഞാൻ നോട്ടീസ് ചെയ്തു, മുന്നോട്ട് വിളിച്ച് ഇന്ന സമയത്ത് കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് ഞാൻ എടുത്തു പറഞ്ഞപ്പോഴേക്കും സിസ്റ്റർ കരയാൻ തുടങ്ങി. അപ്പോൾ അത്രത്തോളം നമ്മുടെ ലൈഫിലെ അതൊരു ഭയങ്കര അതെ അതെ അല്ല അത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നത്. കാരണം സിസ്റ്റർ എന്നെ മറന്നുപോയി, പക്ഷെ എനിക്കൊരിക്കലും സിസ്റ്ററിനെ മറക്കാൻ പറ്റില്ല. അപ്പോൾ സിസ്റ്ററിന്റെ കണ്ണീരെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ശരിക്കും അതെ 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 തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കഥയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ഛനും മകനും കൂടി മകളും കൂടി നടന്നു പോയായിരുന്നു, ഒരു കൊച്ചുമോളും കൂടി നടന്നു പോയായിരുന്നു. അപ്പോൾ നടന്നു പോകുന്നതിൻ്റെ ആ ഒരു പാതയിൽ ഒരു മരം വീണ് കിടക്കുന്നുണ്ട്, ഒരു ചെറിയ കമ്പ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയാലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അച്ഛൻ മോളോട് പറഞ്ഞു, നീ മാറ്റിയിടുന്നു പറഞ്ഞു. അപ്പോൾ മോള് നോക്കിയിട്ട് പറഞ്ഞു, എനിക്കെങ്ങനെയാ മാറ്റാൻ പറ്റുക, നീ ശ്രമിക്കേ. അപ്പോൾ മോള് പോയി ശ്രമിച്ച് എന്നിട്ടും പറ്റുന്നില്ല. അപ്പോൾ അച്ഛനെ നോക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ നിന്റെ സർവ്വശക്തിയും ഉപയോഗിക്കും. അപ്പം മോള് വളരെ കഷ്ടപ്പെട്ട് വലിച്ചെടുക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. അപ്പോൾ ആ അച്ഛനും കൂടി ചേർന്ന് ആ മരം മാറ്റിയിട്ട്, ചെറിയ മരം. അപ്പോൾ എന്നിട്ട് അച്ഛൻ മോളോട് പറഞ്ഞു, നീ ഞാൻ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞത് നിന്റെ സർവ്വശക്തിയും എടുത്ത് അത് മാറ്റുക എന്നുള്ളതാണ്. അപ്പം നിന്റെ ശക്തിയിൽ ഞാനും കൂടി ഉണ്ട് എന്നുള്ള കാര്യം നീ മറന്നുപോയി. അപ്പോൾ നമ്മുടെ സർവ്വശക്തിയും എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ മാത്രമല്ല, നമ്മുടെ ചുറ്റിനുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ചുറ്റിനുള്ള ആളുകളല്ല, നമ്മുടെ മുകളിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഞാനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ സർവ്വശക്തിയും എടുത്താണ് ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയത് എന്ന് പറയുമ്പോൾ എൻ്റെ ശക്തിയിനകത്ത് ഈ പറഞ്ഞതുപോലെ എൻ്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിലെ ആളുകളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇപ്പം എത്രയോ പ്രയർ ഗ്രൂപ്പുകളിൽ നമ്മൾ പോലും അറിയാതെ ഓരോരുത്തരെയും നിയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രയോ പേരുടെ നിയോഗത്തിൽ മനു എന്ന് എവിടെയോ ഉള്ള ഒരു മകൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ട്. അപ്പൊ അവരുടെ പ്രാർത്ഥനയും എല്ലാം അതിന്റെ ആകത്തുകയാണ് ഞാൻ. അപ്പോൾ ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസ ജീവിതം സിമ്പിളായിട്ട് അത് ക്യാൻസർ വന്നതിന് ശേഷവും അതിന് മുന്നേ വ്യത്യാസം വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം
വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ഒരു റിലീജിയസ് അതിലേക്ക് അത്ര ഞാനൊരു വലിയൊരു റിലീജിയസ് ആളല്ലായിരുന്നു. അപ്പോൾ പള്ളിയിൽ പോവും, പക്ഷെ എന്നാലും അതെ അതെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ അതിനപ്പുറത്തേക്ക് അങ്ങനെ പോകാറില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ക്യാൻസർ വന്ന് അതിൻ്റെ ആദ്യത്തെ ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഒരു ബോൺ മാരോ ടെസ്റ്റ് എടുത്തിട്ട് വിട്ടു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിലാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാണോ, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്കൊരു ഡിവൈൻ എക്സ്പീരിയൻസ് ഉണ്ടായി. അത് എനിക്ക് ജീവിതത്തിൽ അതിന് മുമ്പും ഉണ്ടായിട്ടില്ല, ശേഷം ഉണ്ടായിട്ടില്ല. അതിങ്ങനെയായിരുന്നു. എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് സമയത്ത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ വളരെ കുറയും. എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് സാധാരണ 2 lakh ഒക്കെ വരും. കാരണം നമ്മുടെ കീമോ സെൽസ് നമ്മുടെ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല സെൽസിനെയും ബാഡ് സെൽസിനെയും എല്ലാത്തിനെയും തകർക്കുകയാണ്. അപ്പോൾ എല്ലാം വളരെ ഡൗൺ ആയിരിക്കും. അപ്പോൾ നമ്മുടെ എന്താണ് 6,000 7,000 ഒക്കെ ഉണ്ടാവുന്ന കൗണ്ട് വളരെ കുറയും. പ്ലേറ്റ്ലെറ്റ് ഒക്കെ 2 lakh വേണ്ടടുത്ത് ചിലപ്പോൾ നമുക്ക് 10,000 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ തൊടുമ്പോൾ തന്നെ നമ്മുടെ നഖം മുറിയുകയും ഗമ്മിലൂടെ ഒക്കെ ബ്ലഡ് വരികയൊക്കെ ചെയ്യും, പല്ല് കേൾക്കുമ്പോൾ ബ്ലഡ് വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് എല്ലാ ദിവസവും വലിയൊരു പാത്രത്തിൽ നിറയെ വെള്ളം നിറച്ച് അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ട് അതിൽ ഇരിത്തണം എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പം മമ്മിയാണ് എല്ലാ ദിവസവും എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം മമ്മി എന്നെ മുകളിലത്തെ റൂമിൽ വലിയൊരു ടബിനകത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിറച്ചിട്ട് അതിനകത്ത് ഇരിക്കും. ഒരു 10-15 മിനിറ്റ് ഇരിക്കണം. അപ്പോൾ ഞാൻ ആ സമയത്ത് പുസ്തകങ്ങളും എല്ലാം വായിച്ചിരിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊരു വിളി കേട്ടു, മനുക്കുട്ട എന്നൊരു വിളി കേട്ടു. അപ്പോൾ ഞാൻ മുകളിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ജീസസിനെയാണ്. ജീസസിൻ്റെ ആ പ്രകാശമുള്ള മുഖവും അവിടെ നിന്ന് അഗ്നി വർഷിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ എനിക്ക് അങ്ങോട്ട് ഒരു 2-3 തവണയിൽ കൂടുതൽ നോക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ അഗ്നി വർഷിക്കുന്ന പോലെ തോന്നുകയും എനിക്ക് എൻ്റെ ശരീരം മുഴുവൻ വേർക്കുകയും സ്റ്റിഫാവുകയും ഭയങ്കര എന്താണ് ആ ഒരു അനുഭവം പറഞ്ഞത്. എനിക്ക് സന്തോഷമാണോ കരച്ചിലാണോ എന്നറിയില്ല. ഞാൻ അവിടുന്ന് അതെ അതെ അപ്പോൾ എനിക്ക് അവിടുന്ന് ചാടി എഴുന്നേറ്റ് ഞാൻ ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരെല്ലാം പേടിച്ചു പോയി. ഇവരെല്ലാം മോളി വന്നപ്പോഴേക്കും ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ വേർത്ത് കുളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ മുട്ടുകൂത്തി നിന്ന് ഒരു അരമണിക്കൂറോളം പ്രാർത്ഥിച്ചു. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷെ എന്നിട്ടും എനിക്ക് അതിൻ്റെ ആ ഒരു എന്താണ് നമ്മളിലേക്ക് വന്നു എന്നുള്ള ആ ഒരു അനുഭവം നമുക്ക് അത് നിർത്താൻ പറ്റുന്നില്ലായിരുന്നു. ആ ഒരു അനുഭവം എനിക്ക് മുമ്പും ഉണ്ടായിട്ടില്ല, അതിന് ശേഷവും ഉണ്ടായിട്ടില്ല. പക്ഷേ സ്പർശിക്കാൻ ആ ഒരു നിമിഷം മതിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ അഗ്നി ഇറങ്ങി വന്ന് ആ അഗ്നി നമ്മുടെ ശരീരത്തിൽ സ്ഫുടം ചെയ്തു എന്നുള്ളത് 100% ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച പോയി നമ്മൾ ബോൺ മാരോയുടെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും 1% പോലും ക്യാൻസർ ഇല്ല എന്നുള്ളതാണ് കണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ബോൺ മാരോ ടെസ്റ്റ് കഴിഞ്ഞ് അടുത്ത ഒരു സുപ്രധാന തീരുമാനത്തിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് സംഭവിച്ചതും ആ സംഭവിച്ചതിന്റെ ഫലമായിട്ട് പിന്നീട് അങ്ങോട്ട് നമുക്ക് മെയിൻ്റനൻസിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുക്കാനും എല്ലാം അതെ 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 അതിലേക്കെല്ലാം പോയത് ഈ ഒരു ഇതാണ് ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിനുശേഷവും ഇപ്പോഴും എൻ്റെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് ആ ഒരു നമ്മളിലേക്ക് വന്ന ചൈതന്യം അത് എപ്പോഴും ആ ഈശോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അതെ അതെ.